ഹരേ കൃഷ്ണ. ഈ വർഷത്തെ വിജയ ഏകാദശി വരുന്നത് 2025 ഫെബ്രുവരി 24 അപ്പോൾ ഇത് ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 11-ാം ദിവസമാണ് നമ്മൾ വിജയ ഏകാദശിയായിട്ട് ആചരിക്കാൻ പോകുന്നത്. ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഫെബ്രുവരി 23 അതായത് 1:55 ഉച്ചയ്ക്ക് 1:55 ഏകാദശി തിഥി ആരംഭിക്കുന്നത്. ഏകാദശി തിഥി അവസാനിക്കുന്നത് ഫെബ്രുവരി 24 1:44 ഉച്ചയ്ക്ക് ആണ്. അതുപോലെ തന്നെ പാരണ സമയം വരുന്നത് ഫെബ്രുവരി 25 രാവിലെ 6:49 മുതൽ രാവിലെ 9:07 വരെയാണ് പാരണ സമയം വരുന്നത്. അതുപോലെ തന്നെ ദ്വാദശി അവസാനം ഫെബ്രുവരി 25 ഉച്ചയ്ക്ക് 12:47 വരെയുണ്ട് ദ്വാദശി സമയം. വിജയ ഏകാദശിയുടെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. വിജയ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വിജയം എന്നാണ്. ഈ ഏകാദശി ആചരിക്കുന്നത് കൊണ്ട് വിജയം, ആത്മീയ വളർച്ച, മനസ്സ്, ശരീരം, ആത്മാവ് എന്നിവയുടെ ശുദ്ധീകരണം എന്നിവ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്നവർക്ക് ആത്മീയ ശുദ്ധീകരണം കൈവരിക്കുവാനും പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കുവാനും വിജയം നേടാനും സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ മുൻകാല പാപങ്ങളെല്ലാം നീക്കം ചെയ്യുവാനും മാനസിക വ്യക്തത മെച്ചപ്പെടുത്തുവാനും ഇത് സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ ഈ ഉപവാസം ഭക്തരെ ആത്മീയതയിൽ പ്രകാശിപ്പിക്കുകയും അങ്ങേയറ്റം ഭക്തിയോടും ആഴമായ വിശ്വാസത്തോടും കൂടി ഈ വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തർക്ക് ലൗകിക സന്തോഷം, സംതൃപ്തി, മെച്ചപ്പെട്ട ആരോഗ്യം എന്നിവയാൽ അനുഗ്രഹിക്കപ്പെടുന്നു. ഏകാദശി വ്രതം എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. ഏകാദശിയുടെ തലേന്ന്, അതായത് 23 ഞായറാഴ്ച ഒരിക്കലൂണാണ് നല്ലത്. അതുപോലെ തന്നെ ഏകാദശി ദിവസം രാവിലെ എണീറ്റ് ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എണീറ്റ് ഏകാദശി ദിനത്തിൽ പൂർണ്ണമായി ഉപവസിക്കുകയോ അതിന് സാധിക്കാത്തവർ ഒരു നേരം പഴങ്ങൾ എന്തെങ്കിലും കഴിച്ച് നിങ്ങൾക്ക് ഉപവാസം അനുഷ്ഠിക്കാവുന്നതാണ്. നിസ്സാർത്ഥമായ ഭക്തിയാണ് പ്രധാനം. എണ്ണ തേച്ചു കുളി, പകലുറക്കം ഇവ പാടില്ല. പ്രഭാത സ്നാനത്തിനു ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും സാധിക്കുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുക. ദശമി, ഏകാദശി, ദ്വാദശി ദിനങ്ങളിൽ വിഷ്ണു ഗായത്രി കുറഞ്ഞത് 9 തവണയെങ്കിലും ജപിക്കുന്നതും സദ്ഫലം നൽകുന്നതാണ്. അന്നേ ദിവസം മുഴുവൻ അന്യചിന്തകൾക്കൊന്നും ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കുക. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ഉത്തമമാണ്. കഴുകി വൃത്തിയാക്കിയ വെളുത്ത വസ്ത്രം ധരിക്കുക. തുളസി നനയ്ക്കുകയും തുളസി തറയ്ക്ക് 3 പ്രദക്ഷിണം വയ്ക്കുകയും തുളസി മാതാജിയുടെ അടുത്ത് വൈകിട്ട് ഒരു നെയ്ദീപം കൊളുത്തുന്നതും വളരെ നല്ലതാണ്. ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുക. ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശി ദിവസം ഹരിവാസര സമയത്തിന് ശേഷം നിങ്ങൾക്ക് തുളസി തീർത്ഥം കുടിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പാരണ വീടാവുന്നതാണ്. ശേഷം നിങ്ങൾക്ക് അരിയാഹാരം കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും പാരണ സമയം തെറ്റാതെ പാരണ നടത്തി, ഏകാദശി വ്രതത്തിൻ്റെ പാരായണം നടത്തി ഭഗവാന്റെ നല്ല ചിന്തകളോടുകൂടി നിങ്ങളുടെ ഉപവാസം അനുഷ്ഠിക്കുക. അപ്പോൾ വീഡിയോ ഇത്രമേ ഉള്ളൂ. ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കേണ്ട. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ.